രാജ്യത്ത് E20 പെട്രോളിനെതിരായ രോഷം പുകയുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തിയതും അത് പോലീസ് തടഞ്ഞതും. പ്രതിഷേധം തുടരുമെന്ന് കെജ്രിവാൾ പ്രസ്താവിച്ചതിനു പിന്നാലെ E20 ഇന്ധന വിതരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബ് നിയമസഭ പ്രമേയം പാസാക്കി കഴിഞ്ഞു. അതേസമയം എഥനോളിന്റെ രാസസൂത്രവാക്യം പങ്കുവച്ചതിന് നടൻ സണ്ണി വെയിനെ ദേശദ്രോഹിയാക്കിയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. പെട്രോളിൽ എഥനോൾ ചേർത്തില്ലായിരുന്നുവെങ്കിൽ 1 ലിറ്റർ പെട്രോളിന് 125 രൂപയായി വില വർദ്ധിക്കുമായിരുന്നുവെന്ന് പെട്രോളിയം മന്ത്രാലയം പറയുന്നു. 20% എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഇന്ധനക്ഷമത 6% വരെ കുറവ് വരുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞു. E20 പെട്രോളിലെ ഉയർന്ന അളവിലുള്ള ക്ലോറൈഡ് സാന്നിധ്യം എഞ്ചിനുകളെ സ്ഥിരമായി തകരാറിലാക്കുമെന്ന് വാഹന നിർമ്മാതാക്കളുടെ സംഘടനയായ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ വെളിപ്പെടുത്തലും പുറത്തുവന്നു. ഇതിനിടെയാണ് പാവപ്പെട്ടവർക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങളും FCI വഴി വിതരണം ചെയ്യുന്ന സബ്സിഡിയുള്ള അരിയും എഥനോൾ ഉൽപ്പാദനത്തിനായി വകമാറ്റുന്നു എന്ന ആരോപണം ഉയരുന്നത്. ഈ വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത്. E20 ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയോ? കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 14,596 കോടി രൂപയുടെ 63 ലക്ഷം ടൺ അരി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എഥനോൾ ഉൽപ്പാദകർക്ക് വിൽപ്പന നടത്തിയെന്ന് രാജ്യസഭയിലെ ചോദ്യത്തിനുള്ള മറുപടിയായി മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുന്നു. വിപണി വിലയേക്കാൾ 40% കുറവിലായിരുന്നു വിൽപ്പന. ക്വിന്റലിന് 3,720 രൂപ മുതൽ 3,889 രൂപ വരെ ശരാശരി വിലയുള്ള അരിയാണ് 2,250 രൂപയ്ക്ക് മുതൽ 2,320 രൂപയ്ക്ക് വിറ്റതെന്നാണ് മന്ത്രി സമ്മതിച്ചിരിക്കുന്നത്. സ്വകാര്യ കമ്പനികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. ഇന്ധന മിശ്രിതം കേവലം 20% മാത്രമായി നിലനിർത്തിയിരിക്കുന്ന അവസരത്തിലാണ് ഈ ആനുകൂല്യം. ഇനി 85% എഥനോൾ കലർന്ന ഇന്ധനം പരീക്ഷണാടിസ്ഥാനത്തിൽ വിപണിയിൽ ഇറക്കിയ പശ്ചാത്തലത്തിൽ പടിപടിയായി എഥനോൾ ചേർക്കുന്നത് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ രാജ്യത്തെ എഥനോൾ ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ നിർബന്ധമായും സംഭവിക്കാവുന്ന സാമൂഹിക ചെലവുകളെ സംബന്ധിച്ച കാര്യമായ പഠനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നത് ഗൗരവതരമായ കാര്യമാണ്. ഇന്ത്യ പോലുള്ള വൻതോതിൽ ജലക്ഷാമമുള്ള ഒരു രാജ്യത്ത് നെല്ല്, കരിമ്പ് തുടങ്ങിയ വെള്ളം കുടിക്കുന്ന വിളകളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ സാമൂഹിക ചെലവും വിലയിരുത്തപ്പെട്ടിട്ടില്ല. എന്നുമാത്രമല്ല, എഥനോൾ ഉൽപ്പാദനത്തിനായി ഭക്ഷ്യധാന്യങ്ങൾ തിരിച്ചുവിടുന്നത് ഭക്ഷ്യസുരക്ഷയെ അപകടത്തിലാക്കുകയും ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുകയും പിന്നാക്കം നിൽക്കുന്നവരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. എഥനോൾ ഉൽപ്പാദനം നിലനിർത്താൻ ഭാവിയിൽ ഇന്ത്യയിൽ മിച്ച ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇന്ത്യയിലെ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി എഥനോൾ ഉൽപ്പാദന കമ്പനികൾക്കും ഡിസ്റ്റിലറികൾക്കും പലിശ സബ്സിഡിയും നികുതി ഇളവുകളും ഉൾപ്പെടെ വൻ സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ളവയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി ബാങ്കുകളിൽ നിന്നെടുക്കുന്ന വായ്പകൾക്ക് 6%, മൊത്തം പലിശയുടെ 50%, 5 വർഷത്തേക്ക് പലിശ സബ്സിഡിയായി സർക്കാർ നൽകുന്നുണ്ട്. ഇതിനു പുറമെ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യാനായി ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിന്റെ GST 18% നിന്ന് 5% കുറച്ചതിനൊപ്പം പൊതുമേഖലാ എണ്ണ കമ്പനികളുമായി ദീർഘകാല വാങ്ങൽ കരാറുകൾ വഴി ഉറപ്പായ വിപണിയും മുൻകൂട്ടി നിശ്ചയിച്ച ആകർഷകമായ താങ്ങുവിലയും സർക്കാർ ഉറപ്പാക്കുന്നു. കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്ന് എഥനോൾ നിർമ്മിക്കുന്ന സെക്കൻഡ് ജനറേഷൻ പ്രോജക്റ്റുകൾക്ക് പ്രധാനമന്ത്രി ജീവൻ യോജന വഴി പ്രത്യേക ധനസഹായവും ഗ്രാന്റുകളും നൽകുന്നതും ഈ പ്രോത്സാഹന നടപടികളിൽ ഉൾപ്പെടുന്നു. നിലവിലുള്ള E10 വാഹനങ്ങളിൽ E20 ഇന്ധനം ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി 2021 ജൂണിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ഔദ്യോഗിക പഠന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം പഠന സംഘത്തിൽ ഉൾപ്പെട്ട സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്ന സിയാം E20 പെട്രോളിലെ ഉയർന്ന അളവിലുള്ള ക്ലോറൈഡ് സാന്നിധ്യം എഞ്ചിനുകളെ സ്ഥിരമായി തകരാറിലാക്കുമെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ധനവുമായി നേരിട്ട് ബന്ധം വരുന്ന ഫ്യൂവൽ ഇഞ്ചക്ടറുകൾ, ഫ്യൂവൽ പമ്പുകൾ, EGR വാൽവുകൾ, എക്സോസ്റ്റ് സിസ്റ്റങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ തോതിൽ തകരാറുകൾ സംഭവിക്കുന്നതായി സിയാം ചൂണ്ടിക്കാട്ടുന്നു. ഇവ മാറ്റിവയ്ക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നുണ്ട്. കേടായ വാഹനങ്ങളുടെ ഭാഗങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ ഇന്ധനത്തിലുള്ള ഉയർന്ന അളവിലുള്ള ക്ലോറൈഡ് കാരണം അവയ്ക്ക് ഗുരുതരമായ നാശം സംഭവിച്ചതായി കണ്ടെത്തി. വാഹനങ്ങളുടെ ടാങ്കുകളിൽ നിന്നെടുത്ത ഇന്ധന സാമ്പിളുകളിൽ കിലോഗ്രാമിൽ 500 മില്ലിഗ്രാം വരെയും പെട്രോൾ പമ്പുകളിൽ നിന്ന് എടുത്തവയിൽ 350 മില്ലിഗ്രാം വരെയും ക്ലോറൈഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം
2000-ഓളം പരിശോധനകളിൽ 2 മാത്രമേ ക്ലോറൈഡ് പ്രശ്നം കണ്ടെത്തിയിട്ടുള്ളൂ എന്നും ക്ലോറൈഡ് കലരാനുള്ള സാധ്യത വളരെ കുറവാണെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര സർക്കാരും പെട്രോളിയം മന്ത്രാലയവും ഉപരിതല ഗതാഗത മന്ത്രിയും പാർലമെന്റിനകത്തും പുറത്തും ന്യായീകരണങ്ങളും എഥനോൾ അനുകൂല വാദമുഖങ്ങളും ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കാൻ അവയ്ക്കൊന്നും ആയിട്ടില്ല. നിത്യയാത്രയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളും ഉപയോഗിക്കുന്ന ഏതാണ്ട് 30 കോടി ഉപഭോക്താക്കളെങ്കിലും ഈ പരിഷ്കാരത്തിന്റെ ഇരകളാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. ഏപ്രിൽ 2023 മുൻപ് നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾക്ക് 20% എഥനോൾ കലർത്തിയ പെട്രോളിൽ 30 മുതൽ 35% ഊർജ്ജ കാര്യക്ഷമത കുറയുമെന്നാണ് വാഹന ഉടമകളുടെ അനുഭവം. തത്ഫലമായി ഈ വിഭാഗം ഉപഭോക്താക്കൾ 2 മുതൽ 7% വരെ അധിക ഇന്ധനം ഉപയോഗിക്കേണ്ടി വരുന്നു. അത് എഥനോൾ 20 ഇന്ധനം വഴി ഇന്ധനം ലാഭിക്കാമെന്ന കണക്കുകൂട്ടലിനെ തന്നെ തകിടം മറിക്കുന്നു. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നിർബന്ധമാക്കുന്ന E20 ഇന്ധന വിതരണം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതുവരെ ഇത് താത്കാലികമായി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട പഞ്ചാബ് നിയമസഭ പ്രമേയം പാസാക്കി കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി സർക്കാരിനു വേണ്ടി ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമയാണ് പ്രമേയം അവതരിപ്പിച്ചത്. E20 പെട്രോളിനെതിരെ AAP അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ 2.3 ലക്ഷത്തിലധികം ഒപ്പുകളടങ്ങിയ നിവേദനങ്ങളുമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ അതേ ദിവസമാണ് നിയമസഭ പ്രമേയം പാസാക്കിയത്. രാജ്യത്തിന്റെ മൊത്തം പെട്രോളിയം ഇന്ധന ഉപഭോഗത്തിന്റെ 85%നും നാം ഇറക്കുമതിയെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കുക എന്നതും പാരമ്പര്യേതര ഇന്ധനത്തിലേക്ക് മാറുകയെന്നതും രാഷ്ട്ര സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വർദ്ധിച്ചു വരുന്ന പെട്രോളിയം ഇന്ധനങ്ങളുടെ ഉപയോഗം ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തിനും ആഗോളതാപനത്തിനും അടക്കം ആക്കം കൂട്ടുമെന്നതിലും തർക്കമില്ല. പെട്രോൾ വിലക്കയറ്റം തടയുന്നതിൽ എഥനോൾ മിശ്രണം വലിയ പങ്ക് വഹിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ അതിനായി E20 പെട്രോൾ വാഹന ഉടമകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും പ്രശ്നപരിഹാരമല്ല. 2050 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം 1.7 ബില്യണായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ത്യ ഭക്ഷ്യ ഉൽപ്പാദനം പല മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഭക്ഷ്യ ആവശ്യകതയായ 354 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2050 ആകുമ്പോഴേക്കും അത് ഏകദേശം 480 ദശലക്ഷം ടണ്ണായി മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എഥനോൾ ഉൽപ്പാദനത്തിനായി ഭക്ഷ്യധാന്യങ്ങൾ വകമാറ്റുന്ന നയവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയാൽ ഭക്ഷ്യസുരക്ഷ അപകടത്തിലാകുമെന്ന് ഉറപ്പാണ്. കേവലം മധ്യവർത്തി സമൂഹത്തിന്റെ പ്രശ്നം എന്നതിലുപരി പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമായി E20 പെട്രോൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഈ ഒരു വിഷയം മുൻനിർത്തി ചോദ്യങ്ങൾ ഉയർത്താൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഉണർന്നേ തീരൂ. ഇതോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി